കെ.എം. മാണിയുടെ വേർപാടോടെ നിർത്തിവച്ച പ്രചാരണം വീണ്ടും ശക്തമാക്കി കോട്ടയത്തെ സ്ഥാനാർത്ഥികൾ. മാണിയുടെ മരണം മണ്ഡലത്തിലുണ്ടാക്കിയ വികാരം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF. സഹതാപമല്ല, രാഷ്ട്രീയമാണ് വിഷയമാകുന്നതെന്നാണ് LDFും NDAയും നൽകുന്ന മറുപടി. കെ.എം. മാണിയുടെ മരണത്തെ തുടർന്ന് മൂന്ന് മുന്നണികളും പ്രചാരണ പരിപാടികൾ നിർത്തിവച്ചിരുന്നു. LDFും NDAയും പ്രചാരണം പുനരാരംഭിച്ചെങ്കിലും സംസ്കാരത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞാണ് UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത്. മാണിയോട് ജനങ്ങൾക്കുള്ള സ്നേഹം വോട്ടായി മാറുമെന്ന് ചാഴിക്കാടൻ ഉറപ്പിക്കുന്നു. വിഭാഗീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ അദ്ദേഹം ചിരപ്രതിഷ്ഠ നേടി എന്നതിൻ്റെ ലക്ഷണമാണത്. അത് പൂർണ്ണമായിട്ടും വോട്ടായി മാറുമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അങ്ങനെ വന്നവരെല്ലാവരും വോട്ട് ചെയ്താൽ ഇതിനേക്കാൾ കൂടുതൽ വോട്ട് വരും, അങ്ങനെയൊന്നുമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും. സഹതാപ തരംഗത്തിന് സാധ്യതയില്ലെന്ന് LDF സ്ഥാനാർത്ഥി VN വാസവൻ ഉറച്ചു വിശ്വസിക്കുന്നു. രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാകും ജനങ്ങൾ നടത്തുക. വരേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലല്ലോ. സാറാവും വരികയാണെങ്കിൽ വരേണ്ടത് യഥാർത്ഥത്തിൽ മാണി സാറിന് അനുകൂലമായി വരുന്നുണ്ടെങ്കിൽ മാണി സാറിന്റെ അഭിപ്രായം PJ ജോസഫ് മത്സരിക്കണമെന്നാണ്. സഹതാപ തരംഗമുണ്ടായാൽ അതിന്റെ ഗുണം ലഭിക്കുക തനിക്കാണെന്നാണ് PC തോമസിന്റെ അവകാശവാദം. മാണി സാറിന്റെ നിര്യാണത്തെ തുടർന്ന് ആ കാര്യങ്ങളൊക്കെ ആളുകൾ കൂടുതൽ ഓർമ്മിക്കുമ്പോൾ ഒരു പരിധിവരെ ഞാൻ ആ കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്ത് ജനങ്ങൾ ചിന്തിക്കുകയും എന്നോട് സംസാരിക്കുകയും ഞാനത് കൂടുതൽ ശക്തമായി ടേക്കപ്പ് ചെയ്യണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാണിയുടെ വേർപാടിന് ശേഷം കോട്ടയത്തെ പ്രചരണത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇതെങ്ങനെ വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. കെ.എം. മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗം വോട്ടായി മാറുമെന്ന് ഐക്യമുന്നണി പ്രതീക്ഷിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റ് രണ്ട് മുന്നണികളും. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം.